ഞാൻ എനിക്ക് ഓർമ്മിച്ച് കാണുമ്പോഴത്തേ എനിക്ക് വീട്ടുപണിയാണ്, മനസ്സിലായില്ലേ? കൊച്ചിലേ തന്നെ വീട്ടിൽ എല്ലാ കാര്യവും നോക്കാണ്ട ഒരിത് എനിക്ക് എൻ്റെ മോളെ പ്രായത്തിൽ തന്നെ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നെ ആണെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ് എനിക്കത് ക്ഷമിക്കാൻ പറ്റാട്ടെ. എനിക്ക് അങ്ങനെയായിരുന്നു. അല്ല, അഹങ്കാരം വിചാരിച്ചാൽ എനിക്ക് വിഷയമില്ല എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് എനിക്ക് പാരയില്ല. അതുപോലെ തന്നെ എന്നെ പറഞ്ഞാൽ എൻ്റെ സ്നേഹമുള്ള, അതിനിപ്പോൾ എന്തായാലും ശരി, ഞാനായാലും ശരി, എനിക്ക് ചിലർ പറയുമ്പോൾ അത് എനിക്ക് സ്നേഹമുള്ളത്, അത്രയും സ്നേഹമുള്ളവരായിരിക്കും, മനസ്സിലായത്? പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. അതിൽ അത്ര അല്ല അടുപ്പമായിരിക്കും. എല്ലാം ഞാൻ ഇങ്ങനെ പറയണമെങ്കിലും സ്നേഹമുള്ളവരും ഉണ്ട്, മനസ്സിലായില്ലേ? ആള് കാണാനില്ല കേട്ടോ. എൻ്റെ വേറെ ഒന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും ഇടാം, എന്തായാലും അങ്ങനെ ഇതെന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് വേറെ ഒന്നുമില്ല, ചൂട് എനിക്കങ്ങനെ ഒന്നും എൻ്റെ കയ്യിലേക്കുലണ്ട, കണ്ട? അതുപോലെ തന്നെ എൻ്റെ കൈ ഇരുമ്പോലെയാണ് ഇരിക്കുന്നത്. അല്ല, നമുക്കാണെങ്കിൽ കൈ കൊണ്ട് തൊടാൻ പറ്റുമോ? പാത്രം നല്ല ചൂടുണ്ട്. ഇതിൻ്റെ ഇതൊന്നും കാണാനില്ലെന്ന്. ഇത് ഒരു പൊള്ളിക്ക് വാങ്ങിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ ചില പാത്രങ്ങളൊക്കെ കാണും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ വാങ്ങിക്കും. മുമ്പൊക്കെ എവിടേക്കൊക്കെ പോവില്ലോ. അപ്പോൾ ഇപ്പോൾ കമ്പർ അടിച്ചളഞ്ഞില്ലേ. ഞാനും കൂടെ എന്ന് ഇവിടെ വെച്ചാണ് ഈ വീട് വെച്ചത് കേട്ടോ. അതിന് ശേഷം എൻ്റെ കയ്യിൽ പിന്നെ ഞാൻ ഇവിടെ കരുതിയാണ് എല്ലാം അങ്ങ് സഹിക്കുന്നത് കേട്ടോ. ഉണ്ടെങ്കിൽ ഇപ്പം ഈ പാത്രം നിൽക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ ചൂട് നമുക്ക് പറ്റുമോ? അതാണ് കട്ടെ. ഒന്നും കൂടെ എടുക്കാം. ഇനി അടുത്ത പരിപാടി ചെയ്യട്ടെ. എന്താ ഇങ്ങനല്ലേ തരാൻ പറ്റുള്ളൂ. എന്താ പിടിച്ചോ? വാങ്ങിച്ചതായിട്ട് സങ്കല്പിക്കുന്നു. ടാറ്റാ.